കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധ റാലിയിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്ന് പുറപ്പെടാനിരുന്ന പ്രവർത്തകരുടെ ട്രെയിൻ റദ്ദാക്കിയ സംഭവത്തിൽ സംസ്ഥാനത്തുടനീളം വൻ പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് CPIയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് LDF നേതാക്കളും CPI പ്രവർത്തകരും ചേർന്ന് ശക്തമായ പ്രതിഷേധ വേദിയാക്കി മാറ്റി. ഡൽഹി രാംലീല മൈതാനിയിൽ സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുന്ന കൂറ്റൻ റാലിയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1500ഓളം പ്രവർത്തകർക്കായി ബുക്ക് ചെയ്ത പ്രത്യേക ട്രെയിൻ കേന്ദ്ര സർക്കാർ ഇടപെട്ട് റദ്ദാക്കിയതിനെതിരെയാണ് CPIയുടെ പ്രതിഷേധം ഇരമ്പിയത്. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി വടകരയിലും പ്രവർത്തകർ തെരുവിലിറങ്ങി. വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CPI സംസ്ഥാന കൗൺസിൽ അംഗം EK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രത്യേക വണ്ടികൾ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഉചിതം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അങ്ങനെ കൊടുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബോർഡിന് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അനുമതി നൽകിയത്. അനുമതി നൽകി അഡ്വാൻസായി 9 ലക്ഷം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം കൊടുത്തു. ആ 10 ലക്ഷമാണ് പൊടുന്നതിന് മറ്റ് വിവരങ്ങളൊന്നും അറിയിക്കാതെ. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ശ്രീജിത്ത് മുടപ്പിലായി, KK മോഹൻദാസ്, റീന സുരേഷ്, അഭിജിത്ത് കോറോത്ത, PK സതീശൻ എന്നിവർ സംസാരിച്ചു. പാർട്ടി നേതാക്കളായ C രാമകൃഷ്ണൻ, C സുരേന്ദ്രൻ, MT രാജൻ, KP നാണു, ഷീമ വള്ളിൽ, P ഗീത, റീച്ച അനിൽ, RK സുരേഷ് ബാബു എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം.